എറണാകുളം. രഘുപുരം, എറണാകുളം. പിന്നെ മിസസ് ആൻഡ് മിസ്റ്റർ ജോർജ് ബ്രദേഴ്സ്, എറണാകുളം. മിസസ് ആൻഡ് മിസ്റ്റർ ഹംസ, സിൽക്കോൺ, സൂപ്പർ ബസാർ. മതി ഡാഡി, അത് പറ്റിയല്ല. ഇന്ന് തീരാനുള്ള കാര്യം ഇന്ന് തന്നെ തീരണം. ആരാത്? ഞാനാ. ആരാന്ന്? ഞാനാ, പപ്പനാ. ആരാണത്? പപ്പനാ. ചന്ദ്രകളെ ഞാൻ. മോളെ കാത്തുവോ? ആരാ നീ? പപ്പൻ. പപ്പൻ? ഏത് പപ്പൻ? ചന്ദ്രകളെ പപ്പൻ. ഏത് പപ്പൻ? ഞാൻ പപ്പൻ. നിന്റെ അപ്പനാ പപ്പൻ? കിടക്കാൻ പോത്ത് എങ്ങോട്ട് കള്ളൻ പപ്പനാ പോലും. ഹലോ, പോലീസ് സ്റ്റേഷൻ. അങ്കിളെ ഞാനാണ്, പപ്പനാണ്. അതെ, ഞാൻ തന്നെ. സെറീന, ചന്ദ്രശേഖരൻ മേനോൻ. അയക്കണം പ്ലീസ്. ഞാനൊന്ന് പറയുന്നത് കേൾക്കരുത്. തെണ്ടി വന്നിരിക്കുന്ന പപ്പനാണ് പോലും. അങ്കിൾ പ്ലീസ്. പോരല്ലേ പറഞ്ഞേ? സെറീന, 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 കഥ തുറക്കൂ സെറീന. സെറീന, Thank you, friends. Now I would like to give you a fast number. I hope you will all join us. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഇത് പിന്നെ സിംഗപ്പൂർ ആൻഡപ്പൻ. എന്റെ വീട്ടിൽ നിന്ന് പണം മോഷിച്ച കള്ളനുണ്ടല്ലോ, കൊച്ചാപ്പൻ, അവൻ ഇവിടെ ഉണ്ട്. ഉടനെ ഇവിടെ വന്നാൽ അവൻ പിടിക്കാം. കൊച്ചാപ്പനെ കണ്ടോ? അവൻ ഈ വഴി ഓടി പോയിട്ടുണ്ട്. ഈ വഴിക്കാ ഓടിന്നുള്ളതിന് എന്താ ഉറപ്പ്? ഞങ്ങൾ കണ്ടതാ പോണത്. പിന്നെ വായി നോക്കി നിൽക്കണ പോയി പിടിക്കേ. അപ്പൊ ആ വഴിക്കാണ് ഓടിയത്. എന്റെ പൊന്നു കാല, എനിക്ക് ഈ ശരീരം വേണ്ട. നിനക്ക് തോന്നുമ്പോ മാറാനും തോന്നുമ്പോ കയറാനും ഞാൻ ദിവസം ശരീരത്തിലൂടെ പോവും. ഇനിയിപ്പോ ഇതിനകത്ത് തന്നെ കഴിഞ്ഞാൽ മതി. ഈ ശരീരം കിട്ടിയിട്ട് ഇതുവരെ ഓട്ടമായിരുന്നു. നേരം വെളുക്കാറായി, ഒന്ന് നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല.
പേടിക്കാനൊന്നുമില്ല. ആരെല്ലാം നിന്നെ എന്തെല്ലാം ചെയ്താലും നിന്റെ ദിവസങ്ങൾ തീരാതെ നീ മരിക്കില്ല. വേണ്ട വേണ്ട, ഇനിയുള്ള ദിവസങ്ങളിൽ തങ്ങിയിട്ട് ഓടാനും അടികൊള്ളാനും എന്നെ കൊണ്ടാവില്ല. ഇതിലും ഭേദം പഴയ വാതരോഗി തന്നെ. ഒന്നുമില്ലെങ്കിലും സുഖമായിട്ട് കിടക്കാമല്ലോ. ഇവൻ കള്ളൻ, ചേറ്റ, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവൻ, കായിക്കര കൊച്ചാപ്പ്, പാവങ്ങളുടെ കാണപ്പെട്ട ദൈവം. കണ്ടോ, ഇനിയുള്ള ആയുസ് പോയാലും വേണ്ടില്ല, എനിക്കിനി ഇവരെ കൊണ്ടു നടക്കാൻ പറ്റില്ല. സത്യം, ഞാൻ ഇനി ശല്യപ്പെടുത്തുകയില്ല. എന്നെ എങ്ങനെയെങ്കിലും ഇവന്റെ ഈ ശരീരത്തിൽ നിന്ന് രക്ഷിക്കണം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ അയ്യോ, അതാ കൊണ്ടുപോകുന്നു. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല 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 രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമപാദം അതും പോയ പിന്നെ രാമ പാഹി മാം ഒരുപാട് പിടിച്ച പോലെ ആകുമോ? പറയുന്നത് കേട്ടില്ലേ? എന്തെങ്കിലും ചെയ്യുകാല. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ 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 പതുക്കെ എന്തോന്ന് പതുക്കെ അതൊക്കെ തുറയണ്ട. നീ വന്നേ, സൂക്ഷിക്കാൻ എന്തോ സൂക്ഷിക്കാൻ, എനിക്ക് സൂക്ഷിക്കുന്ന പരിപാടിയില്ല. ഇങ്ങോട്ട് വലിച്ചാൽ പിന്നെ ചത്തോ? തലമുട്ടട്ടെ, അതിനെപ്പോ കുഴപ്പം? ജീവനുണ്ടെങ്കിൽ ഇറങ്ങി കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. കണ്ണാടിമാരാ, പതുക്കെ ബ്ലഡി നോൺസെൻസ് അമ്മേ. ഇംഗ്ലീഷ് പറയുന്നു, ഇംഗ്ലീഷ് പറയുന്നുണ്ട്. പൊക്കോ, ഇംഗ്ലീഷായോ? ബ്ലഡി ഫൂൾസ്, ഇഡിയറ്റ്സ്. ഞങ്ങൾ കൊന്നതല്ല സാർ, അടിച്ച തല്ലല്ലേ സാർ.
സത്യമായിട്ടും കൊച്ചാപ്പുവിനെ കൊന്നത് ഞങ്ങളല്ല. ഞാൻ വെറുതെ ഒന്ന് കയ്യോങ്ങിയേ ഉള്ളൂ. കൊച്ചാപ്പു ചത്തു വീണു. ഓഹോ, അപ്പൊ നീ കൈ ഓങ്ങിയാൽ ഉടനെ ആരും മരിക്കുമല്ലേ? എങ്കിൽ നീ ഇവന്റെ നേരെ കൈ ഓങ്ങിക്കേ. ഇവൻ മരിക്കുമോ നോക്കട്ടെ. എന്താണ് മരിക്കാത്ത? എന്താണ് നീ മരിക്കാത്ത? ചാവാനുള്ള സമയമല്ലായിരിക്കും. പുലി പറിച്ചിട്ടാ സാർ ഞങ്ങളൊക്കെ ചെയ്തത്. പുലിയോ? ആ, അതാരാ? ഞങ്ങളുടെ നേതാവാണ് സാർ. ഹലോ, അതെ ഉണ്ടല്ലോ സാർ. ആരാ? വീട്ടിൽ നിന്നാ. കൊണ്ടുപോകാത്ത? എന്താ ശാന്തി? എന്താ ദാസേട്ടാ ഇത്? മണി എത്രയെന്നറിയോ? ദാസേട്ടൻ വന്നിട്ട് ഉണ്ണാൻ വേണ്ടി എല്ലാരും ഇവിടെ കാത്തിരിക്കുക. എനിക്ക് ഓർക്കാപ്പുറത്തൊരു കേസ് വന്ന് കിട്ടു. രാവിലെ മുതല് അതിന്റെ പിന്നാലുള്ള ഓട്ടമായിരുന്നു. സ്വന്തം പിറന്നാളിനെങ്കിലും ഈ ലോകകപ്പും കേസും ഒക്കെ വിട്ട് ഒന്ന് വീട്ടിലിരുന്നൂടെ? അതിന് സമയം കിട്ടണ്ടെന്ന്. അതൊക്കെ നേരത്തെ ഓർക്കണമായിരുന്നു. ഞാൻ എന്റെ കൂട്ടുകാരെല്ലാം വിളിക്കുകയും ചെയ്തു. നിങ്ങൾ ഊണ് കഴിച്ചോളൂ. ഞങ്ങൾ ഊണ് കഴിക്കുന്നതല്ലല്ലോ വലിയ കാര്യം. ആ, മോളെവിടെ? ഡാഡിയുടെ അല്ലേ മോള്. ഡാഡിക്ക് പ്രസന്റേഷൻ വാങ്ങണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞാനിപ്പോ കുട്ടന്റെ കൂടെ വിട്ടിരിക്കുക. ആ, മോളല്ലേ? ഡാഡിയാണ്. ഡാഡി വരാൻ വൈകിയതിന് മോള് ഡാഡിയോട് പണക്കാണോ? എന്താണ് മിണ്ടാത്ത? ഡാഡിക്ക് ഇവിടെ ഒരുപാട് ജോലിയില്ലേ? ഡാഡി അതൊക്കെ തീർത്തിട്ട് വരാം. മോള് ഊണ് കഴിച്ച് നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങ്. ചക്കരക്കുട്ടനല്ലേ? ഡാഡിക്ക് ഒരു ഉമ്മതാ. ഡാഡിക്ക് ബർത്ത്ഡേ പ്രസന്റ്. വ്യാഴത്തിന് 16, 18 16 34. 2 ശനി. മനസ്സിലായില്ലേ? സെക്കൻഡ് സാറ്റർഡേ. ശനിയും ആ, ഈ ശനി അങ്ങോട്ട് ഞായറാഴ്ച നടക്കും. 53 19 22 നടപ്പ്. നടപ്പൊന്നുമല്ല, കിടപ്പാ. കാലം കുറെ കിടക്കാൻ തുടങ്ങിയിട്ട്. അഷ്ടമത്തി ചൊവ്വയാണ്. ആഹാ, ഇപ്പൊ ശനി പോയി ഞായർ പോയി ഇപ്പൊ ചൊവ്വയായോ? എന്റെ ഈശ്വര. മരണകാരകനായ ഗുളികന്റെ നോട്ടവും ഉണ്ട്. അപ്പൊ ഈ നോട്ടം മാത്രമേ ഉള്ളൂ? അവൻ 7 നിന്ന് ഏങ്കോണിച്ച് നോക്കുന്നുണ്ട്. അതുകൊണ്ട് മരണം സുനിശ്ചിതം. അതെപ്പോഴാ നടക്കണേന്നൊന്ന് പറയണ്ട പൊന്നു ജോത്സ്യരെ. ആ, നോക്കാം നോക്കാം. പറഞ്ഞ വിഷമം തോന്നരുത്. ജോത്സ്യര് പറഞ്ഞേ. ഈ ജാതകകാലം മരിച്ചു കഴിഞ്ഞു. ഈ ജാതകം തെറ്റാണ്. ജാതകം തെറ്റൊന്നുമില്ല. അപ്പൊ പിന്നെ ആളിപ്പോഴും ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാ എന്നൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഈ ജാതക പ്രകാരമുള്ള വ്യക്തി മരിച്ചു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാമെന്ന്. നീ ഒന്ന് ചുമ്മാ റെഡി. രണ്ടിലൊന്നും അറിയാതെ എങ്ങനെയാ പോവാ? തിരക്കുള്ളവർക്കൊക്കെ വേണമെങ്കിൽ പോകാം. ഇല്ല ഇല്ല, ഇവിടെ ആർക്കും തിരക്കൊന്നുമില്ല. അല്ല ജോത്സ്യര് പോവാണ്. അതെ, അങ്ങനെ പോയാലൊക്കോ? രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോവോ? ഞാൻ ചെയ്യാനാ. ഞാൻ കാര്യമുണ്ടോ? എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിന് വേറെ ആളെ നോക്കണം. അവിടെ ഞാൻ ഇല്ല. അല്ലെങ്കിൽ ഒന്ന് ചുമ്മാരി അങ്ങനെ അങ്ങനെ പണിക്ക് പോട്ടെ. എടാ മച്ചാ, ഇങ്ങൾക്ക് എന്താന്ന് വെച്ചാ കൂടെ ഇന്നാ ജോത്സ്യര് ചെന്നാ. അതെ, ശരി ചെല്ല്. അങ്ങനെ 5 രൂപ അതും പോയി. മോനെ മോനെ ചേട്ടാ, അത് ഞാൻ നേരെ അത് താഴെ പൊട്ടു. അത് വേണ്ടാട്ടാ. എന്നാ ഓണത്തിന്റെ ഒക്കെ ഒരു പൂട്ട് വെച്ചോടോ. കക്ക നടക്കേ വള്ളന്മാര്. എന്തിനാ പേടിക്കുന്നത്? വരൂ. എന്തിനാ അവിടെ നിന്ന് എല്ലാവരും സൂക്ഷിച്ചു നോക്കിയത്? ഞാൻ മരിച്ചോന്നറിയാനാ. അപ്പൂപ്പൻ പെട്ടെന്ന് മരിക്കുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അമ്മ പറഞ്ഞു.
അയ്യോ അവള് കള്ളം പറയാ, അമ്മ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്നാ അച്ഛൻ പറഞ്ഞു കാണും. അച്ഛൻ അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 7ാം ക്ലാസ്സിൽ. എമ്മക്കാരിയുടെ സാമർഥ്യമുണ്ട്. കള്ളം പറയുന്നത് അപ്പൂപ്പന് ഇഷ്ടമല്ല. അപ്പൂപ്പൻ മരിക്കുമെന്ന് പറഞ്ഞത് കള്ളമാണോ? എല്ലാവരും മരിക്കും, ആരും മരിക്കാതിരിക്കില്ല. പക്ഷേ അത് ഒരിക്കലേ ഉണ്ടാവുന്ന വെപ്പ്. പപ്പാ, ഞാനാ കാലൻ. എനിക്ക് നിന്നോടൊപ്പം സംസാരിക്കാനുണ്ട്. കുട്ടികളെയൊക്കെ പറഞ്ഞു വിട്ടേ. മക്കളെ, നിങ്ങളെല്ലാം വീട്ടിൽ പോ. എന്താ ഒരു പരുങ്ങലോടെയാണല്ലോ വരവ്? എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടെ പരമസുഖം. പിന്നെ അതായത് പറഞ്ഞോളൂ. പറയുന്ന വിഷമം തോന്നരുത്. ഇതിലും വലിയ വിഷമം ഇനി എനിക്ക് എന്താ വരാനുള്ളത്? ഈ പപ്പനാവന്റെ ശരീരം ഉടനെ ഒഴിഞ്ഞു തരണം. ഒഴിഞ്ഞു തരാനോ? ആർക്ക്? ആർക്കും തങ്ങാനും താമസിക്കാനൊന്നുമല്ല, കൊണ്ടുപോയി ദഹിപ്പിക്കാനാ. ഇത് വിട്ടിട്ട് ഞാൻ എവിടെ പോകാൻ? മരിച്ച പപ്പനാവന്റെ ആത്മാവിന് ശാന്തി ലഭിച്ചിട്ടില്ല. മൃതശരീരത്തിന് ശേഷക്രിയ അതെങ്ങനെ ശാന്തി ലഭിക്കുക? കുറച്ചുനാളൂടെയല്ലേ, അയാളോട് ക്ഷമിക്കാൻ പറ. അതൊന്നും പറഞ്ഞാ പറ്റില്ല പപ്പ. ആ ആത്മാവ് അവിടെ ബഹളം കൂട്ടുക, ഇരിക്കപ്പൊഴുത് തരുന്നില്ല. ഇപ്പൊ പുലിവാല് പിടിച്ചിരിക്കുന്നത് ഞാനാ. ഇതുമായിട്ട് ഞാൻ നല്ലോണം ഒന്ന് ഇണങ്ങി വന്നതായിരുന്നു. അന്യന്റെ ദേഹം വെറുതെ മോഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പപ്പ? നീ വാ, നമുക്ക് ഉടനെ പോവാം. എന്നാ ശരി. വീണ്ടും മരിച്ച്. ഇനി താമസിപ്പിക്കണ്ട. താമസിപ്പിച്ച അപകടമാണ്. എന്താണ് കിളിക്കുന്നത്? വേഗം പോയി ഒരുക്കടാ. ഒറ്റ വീക്കുന്നുണ്ട്. വേഗം പോയി ഒരുക്കടാ. ഇനി താമസിപ്പിക്കാൻ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി കൊണ്ട കൊള്ളി വെച്ചിട്ട് വേണം സമ്പാദ്യമൊക്കെ വീതിച്ചെടുക്കാൻ. വരട്ടെ, ഇവനൊക്കെ എന്റെ കൈ വരും. എന്റെ കൈ വരാതെ ഇവനൊക്കെ എവിടെ പോകാനാ? ഇപ്പൊ ആരും മരിക്കാറൊന്നുമില്ലേ? ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. പക്ഷെ നിനക്ക് നാട്ടിൽ തന്നെ വേണ്ടേ? ഇന്നത്തെ രാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ. ഇന്ന് രാത്രി ആള് മരിക്കാനുണ്ട്. ആരാ? സർക്കിൾ ഇൻസ്പെക്ടറാ. ആള് മിടുക്കനാ, ചെറുപ്പവാ. പക്ഷെ എന്ത് ചെയ്യാൻ, മിടുക്ക് കാണിക്കാൻ കയ്യിൽ ആയുസില്ലാതെ പോയി. പേര് ദേവദാസ് എന്നാ. സർക്കിൾ ഇൻസ്പെക്ടർ ദേവദാസ്.